ഒരു സിനിമ ഹിറ്റാവാൻ അതൊരു സ്റ്റാർ മാത്രം മതി എന്ന കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു. ഇപ്പോൾ കളി വേറെയാണ്. ഒരു നടൻ്റെ യഥാർത്ഥ സ്റ്റാറുടെ എവിടെയെന്നറിയോ? അതായത് പുള്ളി എങ്ങനെയുള്ള പടങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലാണ് അയാളുടെ സ്റ്റാർഡം ഇരിക്കുന്നത്. ആ ഒരു ഗെയിമിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സൈലൻ്റായി ഇന്ത്യയിൽ മുഴുവൻ ഒരു ബ്രാൻഡായി മാറിയൊരു നടനുണ്ട്. പേര് ദുൽഖർ സൽമാൻ. ഏകദേശം 8 വർഷം മുമ്പ് മഹാനടിയിൽ, അതായത് ജെമിനി ഗണേശനായി അഭിനയിക്കാൻ വേണ്ടി ദുൽഖർ ഹൈദരാബാദിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ അത് മലയാള സിനിമയുടെ തന്നെ തലവര മാറ്റാൻ പോകുന്ന ഒരു യാത്രയെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇന്ന് തമിഴ്, തെലുങ്ക്, ഹിന്ദി ഇൻഡസ്ട്രികളിൽ ഏറ്റവും ഡിമാൻഡുള്ള നടന്മാർ ഒരാളായി DQ മാറി. പിന്നെ ഒരു സീക്രട്ട് മാസ്റ്റർ പ്ലാൻ ഉണ്ട്. മമ്മൂട്ടിയുടെ മകൻ എന്ന പേര് തന്നെ ഒരു ബ്രാൻഡായിരുന്നു. മലയാള സിനിമയിലേക്ക് ഒരു എൻട്രിക്ക് വേറെ എന്താ വേണ്ടല്ലേ? പക്ഷേ സെക്കൻഡ് ഷോ എന്ന ആദ്യത്തെ പടം മുതലേ പുള്ളി തെളിയിച്ചു, അതായത് ഈസി റൂട്ടിലൂടെ പോകാനല്ല താൻ വന്നതെന്ന്. ഉസ്താദ് ഹോട്ടൽ, ബാംഗ്ലൂർ ഡേയ്സ്, ചാർലി, ഈ പടങ്ങളൊക്കെ പുള്ളിക്ക് ഒരു യൂത്തിൻ്റെ ഇടയിൽ ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ടായി കൊടുത്തു. ഇതേസമയം കമ്മട്ടിപ്പാടം പോലുള്ള സിനിമയിലൂടെ ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രമല്ല, ഒരു നടൻ എന്ന നിലയിൽ തന്റെ റേഞ്ച് എന്താണെന്നും പുള്ളി കാണിച്ചു. അതുപോലെ കരിയറിന്റെ ആദ്യ സമയങ്ങളിലെ ഗ്രേ ഷെയ്ഡുള്ള റോളിൽ ചെയ്യാൻ അന്നത്തെ പല യുവ താരങ്ങളും ചെയ്യാൻ കാണിക്കാത്ത ഒരു ധൈര്യം DQ കാണിച്ചു. ഓരോ പടം കഴിയുമ്പോഴും പുള്ളി സ്വന്തം കംഫോർട്ട് സോൺ പൊളിച്ച് പുറത്ത് വന്നുകൊണ്ടേയിരുന്നു. കാരണം ലക്ഷ്യം മലയാളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല, അതിലും വലുതായിരുന്നു. ദുൽഖറിന്റെ ഒരു പാൻ ഇന്ത്യൻ സ്ട്രാറ്റജിയിലെ ഏറ്റവും ബ്രില്യൻ മൂവ് എന്താണെന്ന് അറിയാം? ഓരോ ഭാഷയിൽ അവിടുത്തെ ഓഡിയൻസിന് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന, റിലേറ്റ് ചെയ്യുന്ന, എന്നാൽ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് തന്നെയാണ്. ഈ മണിരത്നത്തിൻ്റെ ഓക്കെ കണമണി എന്ന സംഭവത്തിലൂടെ വന്ന ഒരു ടിപ്പിക്കൽ റൊമാൻറ്റിക് ഹീറോ ആയിട്ടല്ല, ഒരു മോഡേൺ സിറ്റി ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാമുകനായിട്ടാണ് ആ സിനിമ നമുക്ക് ദുൽഖറിനെ മനസ്സിലാകുന്നത്. ഈ കണ്ണും കൊള്ളയെടുത്ത എന്ന പടത്തോടെ ആ ഒരു ഇമേജ് ഒന്നുകൂടി ഉറപ്പിച്ചു. തമിഴ് ഓഡിയൻസിന് DQ അവരുടെ സ്വന്തം ഒരു റൊമാൻറ്റിക് ചോക്ലേറ്റ് ബോയ് ആയി മാറി. തെലുങ്കിലെ എൻട്രി തന്നെ നമുക്ക് വേറെ ലെവലായിരുന്നു. കാരണം മഹാനടിയിലെ ജെമിനി ഗണേശൻ എന്ന ലെജൻഡറി റോൾ ഒരു തുടക്കമാണ്. പക്ഷേ സീതാരാമ എന്ന ഒറ്റ പടം കൊണ്ട് അത് തെലുങ്ക് പ്രേക്ഷകരുടെ ഹൃദയം പുള്ളി കൊണ്ടുപോയി. ഒരു പട്ടാളക്കാരൻ്റെ പ്രണയം, ആ സിനിമ DQവിനെ തെലുങ്കിൽ ഒരു ക്ലാസിക് റെട്രോ ഹീറോ ആക്കി മാറ്റി. പിന്നെ ലക്കി ഭാസ്കർ പോലുള്ള പടങ്ങളിലൂടെ നമുക്കറിയാം ആ സ്ഥാനം വീണ്ടും അങ്ങ് ഉറപ്പിച്ചു അദ്ദേഹം. ഹിന്ദിയിൽ പോയിട്ട് അവിടെ അറിയാം അവിടുത്തെ കളി വേറെ രീതിയിലായിരുന്നു. കാർവാൻ എന്ന സിനിമ, ചുപ്പ് പോലുള്ള സിനിമകൾക്ക് അദ്ദേഹം ബോളിവുഡിൽ ഒരു മാസ് ഹീറോ ആവാനല്ല പോയത്. പക്ഷേ നല്ല കഥകൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഇന്റലിജന്റ് ആക്ടർ എന്ന ലെവലിലാണ് പുള്ളി അവിടെ പ്രശസ്തി നേടിയത്. ഇവിടെയാണ് ദുൽഖർ എന്ന സ്മാർട്ട് സെലക്ടർ പിക്ചറിൽ വരുന്നത്. പുള്ളിയുടെ വിജയത്തിന് പിന്നിലെ ഫിലോസഫി സിമ്പിളാണ്. ദുൽഖർ ഒരു സ്റ്റാർ ആകാൻ വേണ്ടി സിനിമകൾ തിരഞ്ഞെടുക്കുന്നില്ല, ദുൽഖറിന്റെ സെലക്ഷനുകളാണ് പുള്ളിയെ സ്റ്റാർ ആക്കുന്നത്. എന്റെ കയ്യിലൊരു പാൻ ഇന്ത്യ സബ്ജക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ആര് ഫോൺ വിളിച്ചാലും താൻ അപ്പോഴേ ഫോൺ താഴെ വെക്കുന്ന DQ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അതായത് സിനിമയെ പാൻ ഇന്ത്യ ആക്കുന്നതിലെ ഒരു മസാലകളല്ല, കാരണം കഥയുടെ സോളാണെന്ന് പുള്ളിക്ക് നന്നായിട്ടറിയാം. ഓരോ നാട്ടിലും പേരുകളുള്ള കഥകൾക്ക് ലോകം മുഴുവൻ കൊണ്ടുപോകാൻ കഴിവുണ്ടെന്ന് അദ്ദേഹം വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോക എന്ന സിനിമ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏത് ലെവലിലേക്കാണ് അത് കൊണ്ടുപോയെന്ന് നമുക്കറിയാം. അദ്ദേഹം എൻ്റെ ഒരു ഗസ്റ്റ് റോളാണെങ്കിൽ പോലും അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വലിയ പങ്ക് വഹിച്ച് അത്രയും പേരെ മോട്ടിവേറ്റ് ചെയ്ത് അത് ലോക നിലവാരത്തിൽ എത്തിച്ച് ലോക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ നമുക്കറിയാം. അതുപോലെ ഈ യാത്രയിൽ പലപ്പോഴും അദ്ദേഹത്തിന് അടി പറ്റിയിട്ടുണ്ട്. കിങ് ഓഫ് കൊത്ത പോലുള്ള സിനിമകൾ പരീക്ഷണ പടമാണ്, അത് വലിയൊരു എക്സാമ്പിളാണ്. വമ്പൻ ഹൈപ്പ് എന്ന മാസ് പടം ബോക്സ് ഓഫീസ് വിജയം കണ്ടില്ല. പക്ഷെ അതൊരു പരാജയമായിട്ട് കാണാൻ പറ്റില്ല, കാരണം അതൊരു ടെസ്റ്റ് ഡോസ് എന്ന് വേണേൽ പറയാം. ഒരു റൊമാൻറ്റിക് ഹീറോ എന്ന ലേബലിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഒരു മാസ് ആക്ഷൻ ഹീറോ ആകാൻ തനിക്ക് പറ്റുമെന്നൊരു പരീക്ഷണം. ആ എക്സ്പെരിമെന്റ് ചിലപ്പോൾ വർക്കായില്ലായിരിക്കും, പക്ഷേ അത് പുള്ളിയുടെ ഗ്രോത്തിന്റെ ഭാഗമായിരുന്നു. വിജയങ്ങൾ മാത്രം റിപ്പീറ്റ് ചെയ്യുന്ന ആളല്ലോ എപ്പോഴും ഒരു നടൻ എന്ന് പറയുന്നത്. പുതിയ വഴികൾ നോക്കുന്ന ആളാണ് യഥാർത്ഥ ആക്ടർ അല്ലെങ്കിൽ പ്ലെയർ എന്ന് DQ വീണ്ടും തെളിയിക്കുകയാണ്. ദുൽഖർ സൽമാൻ ഇന്ന് വെറും ഒരു നടനല്ല, ഇന്ത്യൻ സിനിമ എന്ന ചെസ് ബോർഡിൽ ഓരോ നീക്കവും കൃത്യമായി പ്ലാൻ ചെയ്ത് കളിക്കുന്ന ഒരു മാസ്റ്റർ പ്ലെയറാണ്. ഭാഷയുടെ പരിധിക്കപ്പുറം ഓരോ നാട്ടിലെ ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് സ്വയം മാറാനുള്ള ഒരു ബ്രാൻഡായ ദുൽഖർ എന്ന് മാറിയിരിക്കുകയാണ്. അയാം ഗെയിം പോലുള്ള പുള്ളിയുടെ വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾ നോക്കിയ ഒരു കാര്യം ഉറപ്പാണ്, ഈ കളി ഇവിടെ ഒന്നും തീരില്ല. DQവിൻ്റെ ഈ കരിയർ പ്ലാനിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട DQവിൻ്റെ സിനിമ ഏതാണ്? മറക്കാതെ കമൻറ്റ് ചെയ്യുക. സിനിമയുടെ പിന്നിലെ ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയ അനാലിസിസുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.